പഠിക്കുന്നത് ചട്ടമ്പി സ്വാമികളെ പറ്റിയാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചിരിക്കുന്നത് 1853 ഓഗസ്റ്റ് 25-നാണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കണ്ണമ്മൂലയിലാണ് ജനിച്ചിരിക്കുന്നത്. കണ്ണമ്മൂല തിരുവനന്തപുരത്താണ്. ഓക്കെ. ഹി വാസ് ഫോർമലി നോൺ ആസ് അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് അയ്യപ്പൻ എന്നായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരും അമ്മയുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാസുദേവ ശർമ്മ ആൻഡ് നാഗമ്മ പിള്ളൈ. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും പേര്. പ്രധാന ക്വസ്റ്റ്യൻ, അദ്ദേഹത്തിന് ജനിച്ച 1853 ഓഗസ്റ്റ് 25-നാണ്. കണ്ണമ്മൂലയാണ്. കണ്ണമ്മൂല തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് അദ്ദേഹം അറിയപ്പെടുന്ന അയ്യപ്പൻ എന്നുള്ള പേരിലായിരുന്നു. പെറ്റ് അദ്ദേഹത്തെ കുഞ്ഞൻ എന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം കുഞ്ഞൻ പിള്ള എന്ന് അറിയപ്പെട്ടിരുന്നു. അതിനുശേഷമാണെങ്കിൽ പേട്ടയിൽ രാമപിള്ള ആശാൻ്റെ അടുത്ത് അദ്ദേഹത്തെ വിദ്യാഭ്യാസത്തിനായി കൊണ്ടാക്കുകയുണ്ടായി. അവിടെ നിന്ന് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് അവിടുത്തെ ഒരു ചട്ടമ്പിയായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കുന്ന ആൾക്കാരെ ചട്ടമ്പി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുകയും അദ്ദേഹം അത് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ചട്ടമ്പി എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി, ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം തമിഴിലും സംസ്കൃതത്തിനൊക്കെ നല്ല രീതിയിൽ നോളജ് അക്വയർ ചെയ്തിട്ടുണ്ട്. തമിഴാണ് സംസ്കൃതം. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യ ഭാഷ തമിഴാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ ചട്ടമ്പി സ്വാമിയാണ്. അതുകൊണ്ട് തന്നെ തൈക്കാട് അയ്യാഗുരുവാണ് അദ്ദേഹത്തിൻ്റെ യോഗ ഗുരു എന്ന് പറയുന്നത്. അതായത് യോഗ അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികൾക്ക് യോഗ പറഞ്ഞു കൊടുത്തത് ആരാന്ന് വെച്ചാൽ അത് തൈക്കാട് അയ്യാഗുരുവാണ്. തൈക്കാട് അയ്യാഗുരു ഇദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് ഷൺമുഖദാസൻ എന്ന് പറഞ്ഞിട്ടൊരു പേരിലാണ്. അതായത് ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരാധകൻ, അല്ലെങ്കിൽ ഒരു അടുത്ത ആരാധകൻ, അല്ലെങ്കിൽ ആരാധിക്കുന്നയാൾ. ആരാധകനല്ല, ആരാധിക്കുന്നയാൾ. അതുകൊണ്ട് അദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന തൈക്കാട് അയ്യാഗുരു ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യോഗയിൽ തന്നെ ഹഠയോഗ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അതിൻ്റെ നോളജ് ഇദ്ദേഹത്തിന് കിട്ടിയതും ഈ പറഞ്ഞ തൈക്കാട് അയ്യാഗുരുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനാണ് 1892 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചട്ടമ്പി സ്വാമികൾ ഈ പറഞ്ഞിരിക്കുന്ന സ്വാമി വിവേകാനന്ദനെ എറണാകുളത്ത് വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചട്ടമ്പി സ്വാമി മെറ്റ് സ്വാമി വിവേകാനന്ദനായിട്ട് കൊച്ചിൻ, എറണാകുളത്താണ് അദ്ദേഹം കണ്ടുമുട്ടിയത്. 1892-ലാണ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടുള്ളതാണ്. തൈക്കാട് ചട്ടമ്പി സ്വാമികളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒന്ന്, യോഗ ആരിൽ നിന്നാണ് അക്വയർ ചെയ്തത്? യോഗ എന്നുള്ളതല്ല, ഹഠയോഗ. അതാണ് അതിനകത്ത് പ്രധാന ക്വസ്റ്റ്യൻ. ഹഠയോഗ അക്വയർ ചെയ്ത ആരാണ്, അല്ലെങ്കിൽ ആരായിരുന്നു ഗുരു, അല്ലെങ്കിൽ തൈക്കാട് അയ്യ ഏത് യോഗയാണ് ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമികൾക്ക് കൈമാറിയത്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകി എന്നുള്ളതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷൺമുഖദാസ എന്ന അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് വിളിച്ചിട്ടുള്ളത് ആരാണ്? അതുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദനെ ചട്ടമ്പി സ്വാമികൾ മീറ്റ് ചെയ്തത് ഏത് വർഷം? അത് ചോദിച്ചിട്ടുള്ളതാണ് പലതവണ. ഓക്കെ. അടുത്തത്, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ബോധോദയം ഉണ്ടായത്, അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായത് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ വടിവീശ്വരത്ത് വെച്ചാണ്. അത് തമിഴ്നാട്ടിലാണ് വടിവീശ്വരം. LD ഇത് ചോദിച്ചിട്ടുള്ള എക്സാം, ഈ LD പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഗാർഡിയൻ എന്ന് അറിയപ്പെടുന്ന ഇതിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷേ വേറെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടിട്ടില്ല, ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല. അവിടെയെല്ലാം വേറെ ഫയലുകളിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് ചട്ടമ്പി സ്വാമികളുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ കൺസെപ്റ്റുകൾ, അവരുടെ തോട്ട്സ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് കാരണമാണ് ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമികളുടെ ഫസ്റ്റ് ഗാർഡിയൻ ഓഫ് വൈക്കം സത്യാഗ്രഹം എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളീയ യോഗി എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സെയിൻറ്റ് വിത്തൗട്ട് സാഫ്രോൺ ആൻഡ് വാട്ടർ ജിഗ്, അതായത് മറ്റേ നമ്മുടെ കാവ്യയും അതുകൊണ്ടല്ലെങ്കിൽ വാട്ടർ ജിഗും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. കേരളീയ യോഗി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെയാണ്.
ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ബോധേശ്വരൻ. ഇതിൽ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ബോധേശ്വരൻ, അതുപോലെ തന്നെ കുമ്പളത്ത് ശങ്കുപിള്ള എന്ന് പറയുന്ന ഒരാളും വളരെ ഫേമസ് ആണ്. കുമ്പളത്ത് ശങ്കുപിള്ള ആൻഡ് അതുപോലെ തന്നെ ബോധേശ്വരൻ. ബോധേശ്വരൻ പ്രസിദ്ധനാണ്. അദ്ദേഹം നമ്മളുടെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ജയ ജയ കോമള കേരളധരണി എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് കാവ്യം എഴുതിയിട്ടുണ്ട്. അത് നേരത്തെ എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു കാവ്യം രചിച്ചത് ആരാണെന്നുള്ളത്. അത് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴിലും സംസ്കൃതത്തിലുമൊക്കെ അദ്ദേഹം നല്ല പാണ്ഡിത്യം നേടിയിട്ടുള്ളതുകൊണ്ടും അദ്ദേഹം ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അതാണ് ആദ്യ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊന്നും എക്സാമിന് ചോദിച്ചായിട്ട് കാണുന്നില്ല. പക്ഷേ അടുത്ത ഈ ക്വസ്റ്റ്യനൊക്കെ എക്സാമിലൊക്കെ റിപ്പീറ്റഡ് വന്നിട്ടുള്ളതാണ്. പന്മന ആശ്രമം സ്ഥാപിച്ചതാര്? റിപ്പീറ്റ് LGLD ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം മരിച്ചത് 1924 പന്മനയിൽ വെച്ചിട്ട്. പന്മന എന്ന് പറഞ്ഞ കൊല്ലമാണ്. 1924 അദ്ദേഹം മരിക്കുന്നത്, മഹാസമാധി ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടോമ്പിനടുത്ത്, ടോമ്പ് എന്ന് പറഞ്ഞാൽ ശവം അടക്കിയിരിക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ, സ്മാരകത്തിനടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരു ബാലഭട്ടാകാര ടെമ്പിൾ നിർമ്മിക്കുകയുണ്ടായി. ബാലഭട്ടാകാര എന്ന് പറഞ്ഞാൽ ശ്രീമുരുകൻ, അതാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി മെമ്മോറിയൽ, അത് പന്മനയിലാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, നായർ സമുദായത്തിൽ നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളാണ്. അതിൻ്റെ ഓപ്ഷനിൽ മന്നത്ത് പത്മനാഭൻ കൂടി സാധാരണ വരും, അങ്ങനെ ചോദിച്ചിട്ടുള്ളപ്പം നായർ സമുദായത്തിലെ നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകിയത്, നായർ സമുദായത്തിൽ നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലായിടത്തും അതിൻ്റെ ആൻസറായിട്ട് എല്ലാവരും എഴുതുക മന്നത്ത് പത്മനാഭൻ, NSSൻ്റെ സ്ഥാപകൻ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ നമ്മളെ തെറ്റിക്കാനാണ്. നായർ സമുദായത്തിൽ നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകിയത് ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പേരുകൾ അറിയപ്പെട്ട നവോത്ഥാന നായകനും ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് അത്, ഓൾ യൂണിവേഴ്സ് ഈസ് ഓൺ മൈൻഡ്, ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് മൈൻഡ് ദെയർ ഈസ് നോ വാക്വം. അതായത് പ്രപഞ്ചം മുഴുവൻ ഒരു മനസ്സാണ്, മനസ്സിനും ഇടയിൽ ഒരു ശൂന്യതയുമില്ല. ഇത് അങ്ങനെ ചോദിച്ചായിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനാണ്, നോട്ട് ചെയ്ത് നോക്കുക. ഓൾ യൂണിവേഴ്സ് ഈസ് ഓൺ മൈൻഡ്, ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് മൈൻഡ് ദെയർ ഈസ് നോ ഗ്യാപ്പ്, ദെയർ ഈസ് നോ വാക്വം. സോ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. അതുകൊണ്ട് തന്നെ ചട്ടമ്പി സ്വാമികളുടെ ജീവിതവും ദർശനവും, കൃതികളും രചിച്ചിരിക്കുന്നത് K. മഹേശ്വരൻ നായരും ജീവിതവും ദർശനവും എന്ന് പറഞ്ഞ് രചിച്ചിരിക്കുന്നത് ടോണി മാത്യുവാണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയേ ഉള്ളൂ, പക്ഷേ അതിന് പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഈ കൃതികൾ അത്യാവശ്യം നോക്കി മനസ്സിലാക്കി പഠിച്ചു നോക്കുക. മോക്ഷപ്രദീപ ഖണ്ഡനം പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇദ്ദേഹത്തിൻ്റെ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. അതിനെ ഖണ്ഡിക്കുന്ന, അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരിച്ച് ഖണ്ഡിക്കുന്ന ഒരു കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ മോക്ഷപ്രദീപ ഖണ്ഡനം. അത് പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ്, ദ്രാവിഡ മഹാത്മ്യം, അതും പ്രധാനപ്പെട്ടതാണ്. സർവമത സാമരസ്യം, അതും പ്രധാനപ്പെട്ടതാണ്. പ്രാചീന മലയാളം പ്രധാനപ്പെട്ടതാണ്. വേദാധികാര നിരൂപണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ആദിഭാഷ, അദ്വൈത ചിന്താപദ്ധതി, അതുപോലെ തന്നെ കേരളത്തിലെ ദേശനാമങ്ങൾ, അദ്വൈതവാദം. സോ പ്രധാനപ്പെട്ട പരമഭട്ടാകാര ദർശനം, അതൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു പരമഭട്ടാകാരയൊക്കെ. സോ ആദ്യത്തെ കുറച്ചെണ്ണം പഠിച്ചു വെക്കുക. മോക്ഷപ്രദീപ ഖണ്ഡനവും അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബ്രഹ്മതത്വ നിർഭാസം, സർവമത സാമരസ്യം, അത് പ്രധാനപ്പെട്ടതാണ്. സോ ഇത്രയും നോക്കി വെക്കുക. ഇത് ചട്ടമ്പി സ്വാമികളുടെ സൈഡിൽ നിന്ന് ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്ന് 1852 ഓഗസ്റ്റ് 26 1852 ഓഗസ്റ്റ് 26 ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നത്. 1852. അതേപോലെ 1853 ഈ പറഞ്ഞിരിക്കുന്ന
ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അത് ഡേറ്റ് നോക്കുക, ഓഗസ്റ്റ് 25. രണ്ടുപേരും ഓഗസ്റ്റ് മാസത്തിലാണ് ജനിക്കുന്നത്. ഒരാൾ 1852-ലും ഒരാൾ 1853-ലും. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആദ്യം ജനിക്കുന്നത് 1852. ചട്ടമ്പി സ്വാമി രണ്ടാമത് ജനിക്കുന്നത് 1853. ഒരാൾ 1852 ഓഗസ്റ്റ് 26 ജനിക്കുന്നു. ചട്ടമ്പി സ്വാമി 1853 ഓഗസ്റ്റ് 25 ജനിക്കുന്നു. കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ അത് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. അതൊക്കെയാണ് നോക്കാം. ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജനിച്ചിരിക്കുന്നത് 1856 ഓഗസ്റ്റ് 20 അപ്പം കണക്ട് ചെയ്ത് പഠിക്കാൻ 3 കാര്യങ്ങളൊന്ന് നോക്കാം നമുക്ക്. 1 ബ്രഹ്മാനന്ദ ശിവയോഗി, 2 ചട്ടമ്പി സ്വാമികൾ, 3 ശ്രീനാരായണ ഗുരു. 3 പേരും ജനിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. അതെ, ഓഗസ്റ്റ് 20 1956 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വയൽവാരം വീട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അറിയപ്പെടുന്നത്. വയൽവാരം വീട് 1856 അത് നോട്ട് ചെയ്ത് വെക്കുക. ഓഗസ്റ്റ് 20 ചട്ടമ്പി സ്വാമി, അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി ഇവരെല്ലാം ജനിക്കുന്നത് ആഗസ്റ്റിലാണ്. ശ്രീനാരായണ ഗുരുവും ജനിക്കുന്നത് ആഗസ്റ്റിലാണ്. ആഗസ്റ്റ് 25, 26, 20. ശ്രീനാരായണ ഗുരു ഓഗസ്റ്റ് 20 ജനിക്കുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി 26 ജനിക്കുന്നു. ചട്ടമ്പി സ്വാമികൾ ഓഗസ്റ്റ് 25 ജനിക്കുന്നു. ഓക്കെ. ഹി വാസ് എ സൺ ഓഫ് മാടനാശൻ ആൻഡ് കുട്ടിയമ്മ. ഇത് ചോദിച്ചിട്ടുണ്ട്. മാടനാശൻ ആൻഡ് കുട്ടിയമ്മ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും പേരാണ് മാടനാശൻ ആൻഡ് കുട്ടിയമ്മ. വയൽവാരത്തെ വീടാണ്. ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു രാമപിള്ളാശനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു എന്ന് പറഞ്ഞാൽ രാമപിള്ളാശനായിരുന്നു. അദ്ദേഹം മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നാണു എന്നാണ്. നാണു അതാണ് പ്രധാനപ്പെട്ടൊരു കോട്ടാണ്. സെക്കൻഡ് ബുദ്ധ എന്ന് ഇദ്ദേഹത്തെ വിളിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് സെക്കൻഡ് ബുദ്ധ എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. ഈ ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹ അറിയപ്പെടുന്നത് പിള്ളത്തടം ഗുഹ എന്നാണ്. അതായത് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ 2 ചോദ്യമുണ്ട്. ഈ മരുത്വമല എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെങ്കിൽ പിള്ളത്തടം ഗുഹ ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെങ്കിൽ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹം തപസ് അനുഷ്ഠിച്ച ഗുഹ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉള്ളത്. പിള്ളത്തടം ഗുഹയാണ്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ശ്രീനാരായണ ഗുരു മെറ്റ് ചട്ടമ്പി സ്വാമി അറ്റ് അണിയൂർ 1882. ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആണ്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരു മെറ്റ് ചട്ടമ്പി സ്വാമി, അതായത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? 1882 അണിയൂർ, വാമനാപുരം, തിരുവനന്തപുരം ജില്ലയിൽ. അണിയൂർ എന്ന് പറയുന്ന സ്ഥലം വാമനാപുരം ത്തിനടുത്തുള്ള അണിയൂർ എന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ. 1882 ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892 എറണാകുളത്ത് വെച്ച്. അതിനെക്കാട്ടിയും 10 വർഷം പുറകിലാണ്. 1882 ഇദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കാണുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണിത്. ഗുരു മെറ്റ് ചട്ടമ്പി സ്വാമി അറ്റ് അണിയൂർ ടെമ്പിൾ നിയർ വാമനപുരം, തിരുവനന്തപുരം ജില്ല 1882. മറ്റേത് 1892 ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കാണുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കൂ. അടുത്തത് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം 1891. നമ്മൾ 1882 കാര്യം പറഞ്ഞു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ സ്ഥലമാണ്
അണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വാമനപുരത്തിനടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ 1882 അണിയൂർ ടെമ്പിളിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അത് മുന്നേ നമ്മൾ പഠിച്ചു. ചട്ടമ്പി സ്വാമികൾ നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് 1882, 10 വർഷം മുന്നെയാണ്. എന്നാൽ 1891 നമ്മുടെ ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടുന്നത്, 1891. ഓക്കെ, 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നു. അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നു. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പല ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കോട്ടുണ്ട്, ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവ്വരും സോദരേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന കോട്ട് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അരുവിപ്പുറം ടെമ്പിളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ അരുവിപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യാറിൻ്റെ തീരത്തുള്ള ഒരു സ്ഥലമാണ് അരുവിപ്പുറം. അവിടെയാണ് അരുവിപ്പുറം 1888 അദ്ദേഹം ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. ആ അരുവിൽ നിന്ന് അല്ലെങ്കിൽ ആ നദിയിൽ നിന്ന് കല്ലെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, ഞാൻ അവിടെ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ്. അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് 1888 സംഭവിച്ച അരുവിപ്പുറം പ്രതിഷ്ഠ, അത് ഫേമസ് ആണ്. പല ക്വസ്റ്റ്യനുകൾ പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അത് സ്ഥാപിച്ചതെന്നാണ് 1903 SNDP സ്ഥാപിക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. SNDP സ്ഥാപിച്ച വർഷം, ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. 15 മെയ് 1903. ചില ടെക്സ്റ്റുകളിൽ 14 എന്നാണ് ചിലയിടത്ത് കൊടുത്തിരിക്കുന്നത്, 14 മെയ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഇത് 15 മെയ് ആണ് ശരി. ഓക്കെ, SNDP സ്ഥാപിച്ചത്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് 1903. 1903 മെയ് 15 SNDP സ്ഥാപിക്കുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനകത്ത് ലൈഫ് ടൈം പ്രസിഡന്റ് എന്നുള്ളൊരു പദവി, അതായത് ലൈഫ് ടൈം പ്രസിഡൻ്റായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് നമ്മളുടെ കുമാരനാശാനെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. SNDPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊല്ലത്താണ്. ഡോക്ടർ പപ്പുവിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ പറഞ്ഞ SNDP സ്റ്റാർട്ട് ചെയ്തത്. പപ്പു നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചിരുന്നത് പെരിയസ്വാമി എന്നാണ്. ഓക്കെ, ഈ അടുത്തൊരു ചോദ്യമാണ്. SNDPയുടെ ആദ്യ ഒരു കോട്ടാണ്. SNDPയുടെ ആദ്യകാല മുഖപത്രം ആയ വിവേകോദയം, ഇപ്പോഴത്തെ പേര് യോഗനാഥം. ഇത് ചോദിച്ചിട്ടുണ്ട്. വിവേകോദയം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് യോഗനാഥം എന്നാണ്. ഇതിൻ്റെ ആദ്യകാല പത്രാധിപർ കുമാരനാശാനായിരുന്നു. അതായത് വിവേകോദയം എന്ന് പറയുന്ന SNDPയുടെ ആദ്യകാല മുഖപത്രം, വിവേകോദയം എന്ന് പറയുന്നത് SNDPയുടെ ആദ്യകാല മുഖപത്രമായിരുന്നു. പിന്നീട് അത് യോഗനാഥം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇതിൻ്റെ പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ കുമാരനാശാനായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ ഈ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്ത് നോക്കാം. 1856 ശ്രീനാരായണ ഗുരു ഓഗസ്റ്റ് 20 ജനിക്കുന്നത്. അദ്ദേഹം വയൽവാരം വീട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അറിയപ്പെട്ടിരുന്നത്. ജനിച്ച വീട് ചെമ്പഴന്തിയാണ്, തിരുവനന്തപുരത്താണ്. മാടനാശാൻ്റെയും അതുപോലെ തന്നെ കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. ആദ്യകാല ഗുരു രാമൻപിള്ള ആശാനായിരുന്നു. അതുപോലെ തന്നെ ശ്രീ ജി ശങ്കരക്കുറുപ്പ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരായിരുന്നു സെക്കൻഡ് ബുദ്ധ എന്ന്. അദ്ദേഹം തപസ്സനുഷ്ഠിച്ച ഗുഹയാണ് പിള്ളത്തടം ഗുഹ. മരുത്വാമലയിലുള്ള പിള്ളത്തടം ഗുഹയിലാണ് അദ്ദേഹം തപസ്സനുഷ്ഠിച്ചത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തങ്ങളിൽ മീറ്റ് ചെയ്തത് 1882 അണിയൂർ ടെമ്പിളിൽ, വാമനപുരത്തിനടുത്തുള്ള അണിയൂർ ടെമ്പിളിലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. 1882. അതുകൊണ്ട് തന്നെ 1891 അദ്ദേഹം ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടുന്നത്, 1891. ഓക്കെ, അതുകൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അതുപോലെ തന്നെ ഫേമസ് കോട്ടായിട്ടുള്ള ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവ്വരും സോദരേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു കോട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ടെമ്പിൾ അരുവിപ്പുറം ക്ഷേത്രമാണ്. ഓക്കെ,
SNDP വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. SNDP ഫോം ചെയ്തത് അതിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. അത് ഫോം ചെയ്ത വർഷം 1903 സോറി, അത് 1903. ഈ NSSൻ്റെ ഒരു കാര്യം കൂടെ ഓർത്തപ്പോൾ അത് ക്ലാഷ് ആയത്. ഓക്കെ, SNDP ഫോം ചെയ്തത് 1903. അത് മെയ് 15 ഓക്കെ. പിന്നെ അതിനകത്ത് തന്നെ ഒരു കാര്യങ്ങൾ വിട്ടുപോയായിരുന്നു പറയാൻ. വാവൂട്ടി യോഗം, SNDPയുടെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ടായിരുന്നു, വാവൂട്ടി യോഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതൊരു ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്. LDK ഒക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനാണ്. വാവൂട്ടി യോഗം ഏത് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നാമമായിരുന്നു? അത് SNDPയുടെ ആയിരുന്നു മുൻകാല നാമം. വാവൂട്ടി യോഗം എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വിവേകോദയം, യോഗനാഥം, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. വിവേകോദയം എന്ന് പറയുന്നത് SNDPയുടെ ആദ്യത്തെ മുഖപത്രമായിരുന്നു. പിന്നീട് അത് യോഗനാഥം എന്നറിയപ്പെട്ടു. യോഗനാഥൻ അതിൻ്റെ പത്രാധിപര് നമ്മുടെ കുമാരനാശാനായിരുന്നു. അതുകൊണ്ട് തന്നെ SNDP ഫോം ചെയ്യുന്ന 1903 മെയ് 15 അതിൻ്റെ ലൈഫ് ടൈം പ്രസിഡൻ്റായിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് നമ്മുടെ കുമാരനാശാനുമായിരുന്നു. SNDP ഫോം ചെയ്തതിൻ്റെ പ്രധാന കാരണക്കാരൻ ഡോക്ടർ പപ്പുവാണ്. ഈ ഡോക്ടർ പപ്പുവാണ് ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിളിച്ചിരുന്നത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. പെരിയസ്വാമി അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഏത് നവോത്ഥാന നേതാവിനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് അഭിസംബോധന ചെയ്തത് ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു ടോപ്പിക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഗുരു ചൂസ് വർക്കല ആസ് എ സെൻറ്റർ ഫോർ ഹിസ് പബ്ലിക് ആക്ടിവിറ്റി. അതായത് 1904 ശ്രീനാരായണ ഗുരു വർക്കല അദ്ദേഹത്തിൻ്റെ മെയിൻ സെൻറ്ററാക്കി മാറ്റി. അതായത് അവിടുത്തെ ആക്ടിവിറ്റികളുടെയൊക്കെ മെയിൻ സെൻറ്ററാക്കിയിട്ട് എല്ലാ പൊതുപ്രവൃത്തികളുടെയും സെൻറ്ററാക്കിയിട്ട് വർക്കല മാറ്റി. ഓക്കെ, ജഗന്നാഥ സമർപ്പണം, ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജഗന്നാഥ സമർപ്പണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, ചോദിച്ചു കണ്ടിട്ടില്ല. അടുത്തത് ഗുരു ഫൗണ്ടഡ് ശാരദ ടെമ്പിൾ അറ്റ് വർക്കല. അദ്ദേഹം ശാരദ ടെമ്പിൾ സ്ഥാപിച്ചത്, വർക്കലയിൽ ശാരദ ടെമ്പിൾ സ്ഥാപിച്ചത് എന്നാണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്. 1912 കുറച്ച് വർഷങ്ങളുണ്ട്. 1956 അദ്ദേഹം ജനിക്കുന്നു. 1991 അദ്ദേഹം നമ്മളുടെ കുമാരനാശാനെ കണ്ടുമുട്ടുന്നു. 1982 ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടുന്നു. ഓക്കെ, 1988 അറിയപ്പെടാൻ പ്രതിഷ്ഠ നടത്തുന്നു. 1903 SNDP സ്ഥാപിക്കുന്നു. 1903 മെയ് 15 അദ്ദേഹം SNDP സ്ഥാപിക്കുന്നു. SNDP സ്ഥാപിച്ചതിന് ശേഷം പിന്നെ വർഷത്തിൻ്റെ പ്രാധാന്യം വരുന്നത് 1912 1912 ശാരദ പ്രതിഷ്ഠ, വർക്കലയിൽ ശാരദ പ്രതിഷ്ഠ നടത്തുന്നത് 1912. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണത്. ഗുരു ഫൗണ്ടഡ് ശാരദ ടെമ്പിൾ അറ്റ് വർക്കല 1912. അതുകൊണ്ട് തന്നെ അടുത്താണ് 1913, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്വൈതാശ്രമം ആലുവയിൽ സ്ഥാപിക്കുന്നു. 1913 അദ്വൈതാശ്രമം ആലുവയിൽ സ്ഥാപിക്കുന്നു. വർക്കല എന്ന് പറയുന്നത് തിരുവനന്തപുരം, ആലുവ എന്ന് പറയുന്നത് എറണാകുളമാണ്, എല്ലാവർക്കും അറിയാം. സോ പ്രധാനപ്പെട്ട കാര്യം, വർക്കലയിൽ ശാരദ ടെമ്പിൾ സ്ഥാപിക്കുന്നത് 1912. 1913 കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ 1913 അദ്ദേഹം ആലുവയിൽ അദ്വൈത ആശ്രമവും സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു ഒരേ ഒരു വിദേശ രാജ്യം മാത്രമേ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ശ്രീലങ്കയാണ്. 1918 1926 അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അത് റിപ്പീറ്റ് ചോദ്യമാണ്, ക്വസ്റ്റ്യനാണ്. ശ്രീനാരായണ ഗുരു വിസിറ്റ് ചെയ്ത വിദേശ രാജ്യം, അത് ഒരേ ഒരു സ്ഥലമാണ്, ശ്രീലങ്ക. അത് 2 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, 1918 1926. ആദ്യമായിട്ട് അദ്ദേഹം അവിടെ പോകുമ്പോൾ സാഫ്രോൺ വസ്ത്രം ധരിച്ചാണ് പോയത്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ മറ്റേ കുങ്കുമ കളറുള്ള വസ്ത്രം ധരിച്ചാണ് പോയത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ടാഗോർ വിസിറ്റ് ചെയ്തത്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ വിസിറ്റ് ചെയ്തത് ഏത് വർഷമാണ്? ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ 1922 വിസിറ്റ് ചെയ്തത്. 1922 ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ ടാഗോർ വിസിറ്റ് ചെയ്തത്. അഗെയിൻ ഇയേഴ്സ് ഒന്നുകൂടെ പറയാണ്. 1956 ശ്രീനാരായണ ഗുരു ഓഗസ്റ്റ് 20 ജനിക്കുന്നു. ഓക്കെ,
അതിനുശേഷം പ്രധാനപ്പെട്ട വർഷം 1882 ചട്ടമ്പി സ്വാമിയെ മീറ്റ് ചെയ്യുന്നത്. 1891 ശ്രീനാരായണ ഗുരു കുമാരനാശാനെ മീറ്റ് ചെയ്യുന്നു. അതിനുശേഷം 1903 അതിനു മുന്നേ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നു. അതിനുശേഷം 1903 SNDP സ്ഥാപിക്കുന്നു മെയ് 15. അതിനുശേഷമുള്ള ഇയർ 1912 1913 1912 സംഭവം എന്താണെന്ന് വെച്ചാൽ ശാരദ ടെമ്പിളിൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ശാരദ ടെമ്പിൾ വർക്കലയിൽ സ്ഥാപിക്കുന്നു. അതുകൊണ്ട് തന്നെ 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു. പിന്നെ അതിനകത്തൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത് 1904 വർക്കല കേന്ദ്രീകരിച്ച് പബ്ലിക് ആക്ടിവിറ്റീസ് പൊതുപ്രവർത്തനങ്ങൾ കൂടുതലും ശ്രീനാരായണ ഗുരു സ്റ്റാർട്ട് ചെയ്തത്. അതുമായിട്ടനുബന്ധിച്ചാണ് 1912 അവിടെ ശാരദാ ടെമ്പിൾ സ്ഥാപിക്കുന്നത് തന്നെ. ഓക്കെ, അതിനുശേഷം നമ്മുടെ ശ്രീനാരായണ ഗുരു വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായത് ഒരേ ഒരു രാജ്യമാണ് ശ്രീലങ്കയാണ്. 2 തവണ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അത് ഒന്ന് 1918 മറ്റൊരെണ്ണം 1926 ആദ്യമായിട്ട് അദ്ദേഹം ശ്രീലങ്ക വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചത് സാഫ്രോൺ ആണ്. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യം സാഫ്രോണും രണ്ടാമത് നമ്മുടെ വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. അതായത് അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. PSCയിൽ പല എക്സാമ്പിൾക്കും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് ചോദിച്ചിരിക്കുന്നത് എത്ര തവണ ശ്രീലങ്ക വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ വർഷങ്ങളിലാണ് ശ്രീലങ്ക വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓരോ തവണയും വിസിറ്റ് ചെയ്തപ്പോൾ ഏത് തരം കളറുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അതായത് സാഫ്രോൺ ആണ് 1918 വിസിറ്റ് ചെയ്യുമ്പോൾ ധരിച്ചത്. 1924 വിസിറ്റ് ചെയ്തപ്പോൾ ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ്. അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അതിന് ശേഷം 1922 പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഈ രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ഇദ്ദേഹത്തെ വിസിറ്റ് ചെയ്ത വ്യക്തി ഒരു സ്വാതന്ത്ര്യ സമര സേനാനി CF ആൻഡ്രൂസ് ഉണ്ട്. CF ആൻഡ്രൂസ് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പമാണ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഈ നടക്കുന്ന സംഭാഷണം ഈ രവീന്ദ്രനാഥ ടാഗോറുമായിട്ടും CF ആൻഡ്രൂസിനോടൊക്കെ സംസാരിക്കുന്നതിൻ്റെ ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അതായത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് നമ്മുടെ കുമാരനാശാനായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം പോയിന്റ് ഓഫ് വ്യൂവിലെ ക്വസ്റ്റ്യനും ആൻസറുമാണ്. 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അക്കമ്പൈൻ ചെയ്ത ആളായിരുന്നു CF ആൻഡ്രൂസ്. ഓക്കെ, ഇവർ തങ്ങളുള്ള സംഭാഷണങ്ങൾ മൊഴിമാറ്റം ചെയ്ത് കൊടുത്ത വ്യക്തി കുമാരനാശാനായിരുന്നു. ഓക്കെ, അടുത്ത 1924 കോൺഫറൻസ് ആണ് സംസാരിക്കുന്നത്. ആലുവയിൽ നടന്ന സർവമത സമ്മേളനം. 1924 ആലുവയിൽ നടന്ന സർവമത സമ്മേളനം നമ്മൾ നേരത്തെ സംസാരിക്കുകയുണ്ടായി. 1913 ആലുവയിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയുണ്ടായി. അദ്വൈതാശ്രമം എന്ന് പറയുന്നത് 1913 സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ അതുമായിട്ടനുബന്ധിച്ച് 1924 അദ്ദേഹം സർവമത സമ്മേളനം വിളിക്കുകയുണ്ടായി ആലുവയിൽ. അതിൽ വന്നിരിക്കുന്ന സ്ലോഗനായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1924 നടന്ന ആലുവയിലെ സർവമത സമ്മേളനത്തിലാണ് ഈ സ്ലോഗൻ വന്നത്. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 1925 ആണ് ഗാന്ധിജിയെ ഇദ്ദേഹം മീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഗാന്ധിജി മീറ്റ് ചെയ്തത്. തിരിച്ചാണ് ശരിയായിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി മീറ്റ് ചെയ്തത്. ഗാന്ധിജി വിസിറ്റ് ശ്രീനാരായണ ഗുരു എന്നാണ്. അതായത് ഗാന്ധിജിയാണ് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വന്നത്. ഓക്കെ, നേരത്തെ ടാഗോറാണ് കാണാൻ വന്നത്. CF ആൻഡ്രൂസ് ആണ് വന്നത്. ഇദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ വന്നവരാണ് ഈ പറഞ്ഞ ഇയറുകളിലെല്ലാം ഉള്ളത്. വ്യത്യാസം ചട്ടമ്പി സ്വാമികളെ കാണാൻ ടെമ്പിളിലാണ് പോയത്. അവർ മീറ്റ് ചെയ്യുന്നത് വേറൊരു ടെമ്പിളിലായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലൊന്നും അല്ല. ഓക്കെ, പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1925 25 വരെ കുറേ പ്രത്യേകതകളുണ്ട്. 1925 ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി വിസിറ്റ് ചെയ്യുന്നത്. അവിടെയും നമ്മുടെ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്തത് ശ്രീമാൻ കുമാരനാശാനാണ് നമ്മളുടെ.
1925 ഇദ്ദേഹത്തിൻ്റെ ഫോളോവറായിട്ട്, അതായത് ബോധാനന്ദയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് 1926. ഓക്കെ, 1926 ബോധാനന്ദയെ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇയേഴ്സ് ഉണ്ട്. എഗെയിൻ ഞാൻ പറയുന്നു, 1903 തൊട്ട് SNDP സ്റ്റാർട്ട് ചെയ്യുന്നു. 4 ആലുവ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നു. വർക്കല കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നു. അതിനുശേഷം 1912 ശാരദാ ടെമ്പിൾ വർക്കലയിൽ സ്ഥാപിക്കുന്നു. 1913 ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നു. അതിനുശേഷം 1922 പ്രധാനപ്പെട്ടത് CF ആൻഡ്രൂസും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറും ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീറ്റ് ചെയ്യുന്നതിൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് കുമാരനാശാനാണ്. മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്തത് കുമാരനാശാനാണ്. അതുപോലെ 1925 മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ കാണുന്നുണ്ട്. ഓക്കെ, വിദേശയാത്ര നടത്തിയ ഇദ്ദേഹം 1918 1926 അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ആലുവയിലെ സർവമത സമ്മേളനം 1924 സംഭവിച്ചത്. പിന്നെ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂറിൽ രാജാക്കന്മാർ നവോത്ഥാന നായകന്മാർ ഒരാളെ അവർക്ക് എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിന് പകരം അതിനൊരു എക്സ്ക്യൂസ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അടുത്ത ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് മിറർ കോൺസെക്രേഷൻ, അതായത് കണ്ണാടി പ്രതിഷ്ഠ, ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോടാണ്. കളവങ്കോട് 1927 കളവങ്കോട് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. 1927 ശ്രീനാരായണ ഗുരു കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കണ്ണാടി പ്രതിഷ്ഠയുടെ ആളായിരുന്നു അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ഡിസിപ്ലിൻ ആരാണെന്ന് വെച്ചാൽ ഏണസ്റ്റ് ക്രിക്കായിരുന്നു. അതായത് ഗുരുവിൻ്റെ ആദ്യത്തെ വിദേശ ശിഷ്യൻ എന്ന് പറയുന്നത് ഏണസ്റ്റ് ക്രിക്ക് എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതായിട്ടുള്ളതും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. മേ ബി അതിനകത്ത് സാധ്യത ഉണ്ട്, ചില സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ഗുണപ്പെട്ടേക്കാം. പക്ഷേ മോറോവർ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അടുത്തത് ഗുരുവിൻ്റെ കുറച്ച് കൃതികളെ പറ്റിയാണ്. പ്രധാനപ്പെട്ട കൃതികളിൽ അത് ഒന്നാമത്തെയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. ആത്മോപദേശ ശതകം, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ലിറ്റററി ആൻഡ് ഫിലോസഫിക്കൽ ബെസ്റ്റ് വർക്ക് എന്നറിയപ്പെടുന്നത് ആത്മോപദേശ ശതകമാണ്. ആത്മോപദേശ ശതകം, ഒന്നാമത്തെ ചോദ്യം ആത്മോപദേശ ശതകം ആരുടെയാണ് എന്നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതാണ് തിരിച്ചും ചോദിക്കുക, ശ്രീനാരായണ ഗുരുവിൻ്റെ ലിറ്റററി ആൻഡ് ഫിലോസഫിക്കൽ ബെസ്റ്റ് വർക്ക് ഏതാണെന്നുള്ളത്. അത് ആത്മോപദേശ ശതകമാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് നവമഞ്ജരി എന്ന് പറയുന്നത് ഇദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ട് രചിച്ച ഒരു പുസ്തകമാണ് നവമഞ്ജരി. ചോദിച്ചിട്ടുണ്ടത് നവമഞ്ജരി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനായി രചിച്ച ഒരു പുസ്തകമാണ് നവമഞ്ജരി. ഓക്കെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരേ ഒരു സംസ്കൃത വർക്കാണ് ബ്രഹ്മവിദ്യ പഞ്ചകം. ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ ലിറ്റററി ആൻഡ് ഫിലോസഫിക്കൽ വർക്കാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ. ബെസ്റ്റ് വൺ ഓഫ് ദ ലിറ്റററി വർക്ക് ആൻഡ് ഫിലോസഫിക്കൽ വർക്ക്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഏതാണെന്ന് വെച്ചാൽ നവമഞ്ജരി, ചട്ടമ്പി സ്വാമികളെ പറ്റി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് നവമഞ്ജരി. മൂന്നാമത്തെ ഏതാണെന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ പഞ്ചകം. ബ്രഹ്മവിദ്യ പഞ്ചകം എന്ന് പറയുന്നത് ഒരു ശ്രീനാരായണ ഗുരു ഒരേ ഒരു സംസ്കൃത കൃതിയാണ് രചിച്ചിരിക്കുന്നത്. ആ സംസ്കൃത കൃതിയാണ് ബ്രഹ്മവിദ്യ പഞ്ചകം എന്ന് പറയുന്നത്. ആത്മോപദേശ ശതകം, നവമഞ്ജരി ആൻഡ് ബ്രഹ്മവിദ്യ പഞ്ചകം. ആത്മോപദേശ ശതകം, നവമഞ്ജരി, ബ്രഹ്മവിദ്യ പഞ്ചകം. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും.
ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ലിറ്റററി ആൻഡ് ഫിലോസഫിക്കൽ മാസ്റ്റർ പീസ് ആണ്. ബെസ്റ്റ് ലിറ്റററി ആൻഡ് ഫിലോസഫിക്കൽ മാസ്റ്റർ പീസ് അത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നവമഞ്ചരി അത് ചോദിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി രചിച്ച കൃതി ഏതാണ്, അല്ലെങ്കിൽ നവമഞ്ചരി എന്ന് പറഞ്ഞ കൃതി ആർക്ക് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുള്ളത്? അത് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയാണ്. ഓക്കെ. ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കൃത കൃതിയാണ്. ശ്രീനാരായണ ഗുരു രചിച്ച സംസ്കൃത കൃതി. ഓക്കെ. നമ്മൾ 1924 ആലുവയിലെ സർവമത സമ്മേളനത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ലോഗൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ആ ഒരു സ്ലോഗൻ എടുത്തത് ജാതി മീമാംസ എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ. ഓക്കെ. പ്രധാനപ്പെട്ട വേറൊരെണ്ണം യേശുക്രിസ്തുവിനെ കുറിച്ച് ഗുരു എഴുതിയ കൃതി അനുകമ്പ ദശകമാണ്. യേശുക്രിസ്തുവിനെ പറ്റി അദ്ദേഹം രചിച്ചൊരു പുസ്തകമാണ് അനുകമ്പ ദശകം. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒന്നുകൂടെ പറയാം: ആത്മോപദേശ ശതകം, ബെസ്റ്റ് ലിറ്റററി ആൻഡ് ഫിലോസഫിക്കൽ മാസ്റ്റർ പീസാണ്. അതുപോലെ തന്നെ നവമഞ്ചരി, ബ്രഹ്മവിദ്യാ പഞ്ചകം, അതുപോലെ തന്നെ ജാതി മീമാംസ, അതുപോലെ തന്നെ ലാസ്റ്റ് വന്നത് അനുകമ്പ ദശകം. അനുകമ്പ ദശകം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പറ്റി അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് ഗുരു എഴുതിയ കൃതിയാണ്. ഓക്കെ. അടുത്തത് ശ്രീനാരായണ ധർമ്മ സംഘം. അത് സ്ഥാപിച്ചത് 1928 SNDP അല്ല, SNDS ആണത്. SNDP 1903 മെയ് 15 നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് SNDS ആണ്. SNDS 1928. ഓക്കെ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലത്. അടുത്തത് സോഷ്യൽ റീഫോമർ ഹു വാസ് ദ കണ്ടംപററി ഗുരു. അതായത് ശ്രീനാരായണ ഗുരുവിന് സമകാലികനായിരുന്ന ഒരു സോഷ്യൽ റീഫോമർ ആരായിരുന്നുള്ളത്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചതെന്നാണ് 1852 ഓഗസ്റ്റ് 26. ഓക്കെ. 1853 ചട്ടമ്പി സ്വാമി ജനിക്കുന്നത് ഓഗസ്റ്റ് 25. നോട്ട്. 1956 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ഓഗസ്റ്റ് 20. ഓക്കെ. ആ ഓഗസ്റ്റിലാണ് 3 പേരും ജനിക്കുന്നത്. ഇയർ 52, 53, 56 നോക്കി വെച്ചേക്കുക. ദ ഫസ്റ്റ് മലയാളി ടു ബി ഫിഗേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. അത് പ്രധാനപ്പെട്ടതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ മലയാളി, അതായത് പോസ്റ്റൽ സ്റ്റാമ്പ്, ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി അത് ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി മലയാളിയുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2009 ഗുരു അപ്പിയർഡ് ഓൺ ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പ്. 2009 ശ്രീനാരായണ ഗുരു ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പിലും അദ്ദേഹത്തിൻ്റെ പടം പ്രിൻ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത് ആദ്യത്തെ മലയാളി. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. 2009 അദ്ദേഹത്തിന് ശ്രീലങ്കൻ ഗവൺമെൻറ്റും ട്രിബ്യൂട്ട് കൊടുത്തു, അത് ആദരിക്കുകയുണ്ടായി. അവരുടെ പോസ്റ്റൽ സ്റ്റാമ്പിൽ ഇദ്ദേഹത്തിന് പടം നൽകിക്കൊണ്ട് ആദരിക്കുകയുണ്ടായി. പിന്നെ ഞങ്ങൾ പറഞ്ഞു, ശ്രീലങ്ക വിസിറ്റ് ചെയ്ത അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു വിസിറ്റ് ചെയ്ത ഒരേ ഒരു വിദേശ രാജ്യം അത് ശ്രീലങ്കയാണ്. 1918 1926. 1918 അദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സാഫ്രോൺ ധരിച്ചുകൊണ്ടാണ്, കുങ്കുമ കളറുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, സന്യാസി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോയത്. 1926 അദ്ദേഹം വൈറ്റ് കളറാണ് ധരിക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയാനായിട്ട് മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊരു കൊട്ടേഷൻ അദ്ദേഹത്തിൻ്റെയാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതുകൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നൊരു കൊട്ടേഷനും അല്ലെങ്കിൽ ഒരു സ്ലോഗനും അദ്ദേഹത്തിനുണ്ട്. ഈ രണ്ടെണ്ണം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക അദ്ദേഹത്തിൻ്റെയാണത്. LD റിപ്പീറ്റഡ് ആണ് ഇതെല്ലാം. ഓക്കെ.